ഈ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഡിഗ്രേഡേഷൻ്റെ അടുത്ത്. വാച്ചിങ് തിയേറ്റേഴ്സ് പൊളിയാണ് സംഭവം. ഇപ്പോൾ കുറേ ഡീഗ്രേഡിംഗ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അതേപോലെ ഒന്നല്ല. അടിപൊളിയായിരുന്നു. ആകെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. മൊത്തത്തോടെ രോമാഞ്ചമാണ്. മൊത്തം അവസാനം വരെ വേറെ ലെവൽ. കൊള്ളാം നല്ല അടിപൊളി. പക്ഷേ ഞാൻ വന്നിട്ട് ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ അത്ര മലയാളം സംസാരിക്കാനില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടു എനിക്ക്. കൊള്ളാം. മോഹൻലാൽ കൊള്ളാം. പക്ഷേ പൃഥ്വിരാജോടെ ആക്ച്വൽസ് വിഷ്വൽസ് ആൻഡ് ഡയറക്ഷൻ എല്ലാം സൂപ്പർ. ഇഷ്ടപ്പെട്ടു എനിക്ക്. നല്ല പടമായിരുന്നു. കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ നല്ലതായിരുന്നു. ഷോർട്സ് സീക്വൻസ് എല്ലാം നല്ലതായിരുന്നു. ഓവറോൾ നല്ല പടം തന്നെയായിരുന്നു. ലാലേട്ടൻ അടിപൊളിയായിരുന്നു. എല്ലാവരും പറയുന്നു പൊതുവേ ഡയലോഗ്സ് കുറവാണെന്നൊക്കെ ഇങ്ങനെ കുറച്ച് പേര് പറയുന്നതായിട്ട്, പക്ഷേ പുള്ളി ചെയ്തേക്കുന്ന ഡയലോഗ്സ് എല്ലാം നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ പടം കൊള്ളാം ബ്രോ, സൂപ്പറാണ് ബ്രോ. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് വെച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. എല്ലാം പൊളി. നല്ല പടം കൊള്ളാം. അടിപൊളി സിനിമ, നല്ല സിനിമ. എല്ലാം അടിപൊളി മേക്കിങ്ങും. നമ്മൾക്ക് തന്നെ തോന്നും ഇത് മലയാള സിനിമയാണോ എന്ന് നമുക്ക് തോന്നും. അതുപോലെ ലാലേട്ടൻ ആസ് ഓൾവേസ് അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. ഡീസൻറ്റ് വാച്ചിങ് തിയേറ്റേഴ്സ് പൊളിയാണ് സംഭവം. ഇപ്പോൾ കുറേ ഡീഗ്രേഡിംഗ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അതേപോലെ ഒന്നുമല്ല. നൈസ് സാധനമാണ്. എല്ലാവരും മസ്റ്റായിട്ട് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ സിനിമകളെ പോലെയൊന്നും അല്ല. കുറച്ചുകൂടി വ്യത്യാസമായിട്ട് നമ്മളെന്താ പറയുക, ഒരു ബോളിവുഡ് അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമകളൊക്കെ കാണില്ലേ, അതേപോലെയാണ് സംഭവം. നൈസാണ്, അടിപൊളിയാണ്. എല്ലാവരും കാണാം കേട്ടോ. അടിപൊളിയാണ്. എന്താ പറയുക, മൊത്തത്തോടെ രോമാഞ്ചമാണ്. മൊത്തം അവസാനം വരെ വേറെ ലെവൽ. സിനിമ കൊള്ളായിരുന്നു. നല്ല ദിവസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നപ്പോൾ. നമ്മൾ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. ആകെ നമുക്ക് സ്ക്രീൻ ടൈം കുറവാണെന്ന് നമുക്ക് തോന്നൂല. ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. കൊള്ളായിരുന്നു. കുഴപ്പമില്ല. കുഴപ്പമില്ല. എടുത്തു പറയാൻ ടേക്കിങ്ങും ക്യാമറ അതൊക്കെ ഓക്കെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ലൂസിഫറാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. സെറ്റ് പടം, അടിപൊളി പടം. പോസിറ്റീവേ ഉള്ളൂ, നെഗറ്റീവ് അടിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഇത് കണക്ട് ചെയ്യാതെ പറ്റാത്തതുകൊണ്ടായിരിക്കും ഡിഗ്രേഡ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു. ഈ സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഡിഗ്രേഡേഷൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ ഇത് അങ്ങനത്തെ പടമാണ്. ഇത് സ്റ്റോറി സെൻറ്റർ ഓറിയൻറ്റഡ് സ്റ്റോറിയാണ്, അല്ലാതെ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നടനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയല്ല. മോഹൻലാലിൻ്റെ ഗ്രോത്തും അതിനോടൊപ്പം തന്നെ ഈ കണക്റ്റിങ് അവരെ നെക്സസ് കാണിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലുള്ള നെക്സസ് ആണ് കാണിക്കുന്നത്. നെക്സസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിമാണ് കാണിക്കുന്നത്, അല്ലാതെ ഇവിടെ അങ്ങനത്തെ ഇതൊന്നുമല്ല, മുൻകൂട്ടി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ക പടം, പക്ക ക്ലാസിക് പടം, അത്രേ ഉള്ളൂ.